നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 512. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 512. 6-ാം സർഗം അവതാരസ്തുതി, കാളിന്തി വരെ ഉള്ള യാത്ര എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ 5-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 30-ാമത്തെ ശ്ലോകം, തൻ മാഹാത്മ്യം പലവിധം മകക്കാമ്പിൽ മുറ്റിത്തുളുമ്പി സാമാന്യ സ്ത്രീ എഴുമവർ ഭയം തൊട്ടാകെ നീങ്ങി ധർമ്മ അധർമാദികളിലണവും ചിന്തയില്ലാതെ അഖണ്ഡ ബ്രഹ്മാനന്ദാമൃതധരിയിൽ ആരാടിനാരൊട്ടു നേരം എന്ന് പറഞ്ഞാൽ നിർത്തിയത്. അപ്പോൾ ഈ 6-ാം സർഗത്തിൽ 1-ാമത്തെ ശ്ലോകം തുടങ്ങണത്, കണ്ടാൽ വാരി പുണരും അതുമട്ടാർന്ന് സൗന്ദര്യപുഞ്ചം തണ്ടാരി പെൺമണിയണിയുവോരിന്ദ്രനീലപ്പതക്കം രണ്ടാളും തന്മിഴികൾ നിറയെ കണ്ടു കൈകൂപ്പി നിന്നും കൊണ്ടാവോളം വിനയമധുരം വാഴ്ത്തിനാർ ഇപ്രകാരം. താഴെ പറയുന്ന പോലെ ഭഗവാനെ വസുദേവരും ദേവിയും കൂടിയിട്ട് സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. കണ്ടാൽ വാരി പുണരുമതു മട്ടാർന്ന്. ആരാണെങ്കിലും ഈ ഉണ്ണിക്കണ്ണനെ ശ്രീകൃഷ്ണനെ ബാലഭാവത്തിൽ കണ്ടാൽ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും സൗന്ദര്യധാമാണ്. കണ്ടാൽ വാരി പുണരും അതു മട്ടാർന്ന സൗന്ദര്യ പുഞ്ചം. ശരിക്കും ഈ പുഞ്ചം എന്ന് പറഞ്ഞെന്താ, ജീവാത്മാവ് ഒരു തേജോപുഞ്ചം, അങ്ങനെയാണ് അർത്ഥം പറയാം. അതേമാതിരിയാണ് സൗന്ദര്യപുഞ്ചം തണ്ടാരിൽ പെൺമണിയണിയുവോ, അതായത് മഹാലക്ഷ്മി എന്നർത്ഥം. മഹാലക്ഷ്മി തൻ്റെ മാറിൽ അണിയുന്ന പതക്കം പോലെ എന്ന് കവിഭാവന. രണ്ടാളും തന്മിഴികൾ നിറയെ കണ്ടു. കൺകുളിർക്ക് കണ്ടു എന്നർത്ഥം. മനസ്സ് നിറയെ, അതാണ് കൺകുളിർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ കണ്ടു. കൈ കൂപ്പി നിന്നും കൊണ്ടാവോളം വിനയമധുരം വാഴ്ത്തിനാർ ഇപ്രകാരം. ശ്ലോകം 2. ചിന്തിച്ചെന്നാൽ ഒരു നിലയിലും തങ്ങൾ തൻ ബുദ്ധി ശക്തിക്ക് അന്തം കാണില്ല. അതുവിധം നിർവാച്യനാണെങ്കിലും അതായത് വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കാത്ത സംഭ്രമജനകമായൊരവസ്ഥയിലാണ് അവർ. എന്താ അവനവൻ്റെ മുമ്പിലുള്ളത്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ മഹാവിഷ്ണു ബാലഭാവം പൂണ്ട് കിടക്കുകയാണ്. ചിന്തിച്ചെന്നാൽ ഒരു നിലയിലും ആർക്കും ഈ ഒരു സൗഭാഗ്യം ഉണ്ടാവില്ല. വസുദേവർക്കും ദേവിക്കും ഉണ്ടായി. ചിന്തിച്ചെന്നാൽ ഒരു നിലയിലും തങ്ങൾ തൻ ബുദ്ധിശക്തി അന്തം കാണില്ല. അതുവിധം നിർവാച്യനാണെങ്കിലും നീ എന്തൊന്നില്ലാത്തൊരു കരുണയാൽ മാത്രം ഈ വണ്ണം ഞങ്ങൾക്ക് അന്തര്യാമിൻ, എല്ലാവരുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്നവനെ എന്നർത്ഥം. ഈ ഒരു വാക്കാണ് നമ്മൾക്ക് അന്യം നിൽക്കുന്നത്. നമ്മളെല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലും പോണു. എന്തിന്? അന്തര്യാമിൻ. ഇതറിയണം. ഏത് ക്ഷേത്രത്തിൽ ഏത് ബിംബവും നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യാണെന്ന് അറിയണം. എന്നാൽ ഈ ഗോവധം നിൽക്കും, കോഴിയെ കൊല്ലൽ നിൽക്കും, പശുവിനെ കൊല്ലൽ നിൽക്കും, മനുഷ്യന്മാർ പരസ്പരം കൊല്ലൽ നിൽക്കും. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശുദ്ധമായ മരുന്നാണ് ഭാഗവതം. അതിൻ്റെ അർത്ഥം പറഞ്ഞ് നമ്മൾ പഠിക്കണമെന്ന് മാത്രം. കരുണയാൽ മാത്രം ഈ വണ്ണം ഞങ്ങൾക്ക് അന്തര്യാമിൻ തെളിവോടരുളി ദർശനം ധന്യധന്യം.
തെളിവോടെ സ്പഷ്ടമായിട്ട് ഞങ്ങൾക്ക് ദർശനം തന്നു എന്നാ. ധന്യാണ് ധന്യാണ് ധന്യം ധന്യം. മഴ പെയ്യുന്നുണ്ട്, എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്ടിരിക്കണില്ല. നാവിന്നേതും നിറം അറിയുവാൻ വയ്യ. നാവിന് രുചി അറിയാമെന്നല്ലാണ്ട് നിറം അറിയാനുള്ള കഴിവില്ല. നാവിന്നേതും നിറം അറിയുവാൻ വയ്യ. വേദാന്ത തത്വം വേവില്ലൊരു എല്ലാവരിലും. അതാണ് സത്യം. എനിക്ക് സമാധാനമുണ്ട്. വേദാന്ത തത്വം വേവില്ല എല്ലാവരിലും. എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് വേദാന്തം. എന്നാലോ അതുപോൽ ഇന്ദ്രിയങ്ങൾക്ക് തന്നെ ആവില്ല എന്നും ചെറുതു കാണിക്കാനാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈശ്വരീയതയെ അളക്കാൻ പറ്റില്ല, ഭഗവാനെ കാണാൻ പറ്റില്ല. മനസ്സുകൊണ്ട്, മനസ്സിലുള്ള ചൈതന്യത്തിനെ, ആത്മാവ് കൊണ്ട് അറിയാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടോ? അപ്പോൾ ആവില്ല എന്നും ചെറുതു കാണിക്കാനാണ്. എന്നാലും അമ്പാർന്ന ഈ വണ്ണം നീ വരദ. ഞങ്ങളോടുള്ള അധികമായ സ്നേഹവായ്പ് കാരണം വരദ, വരം ദാനം ചെയ്യാൻ കഴിയുന്നവനെ വിളയാടുന്നു ഭക്തിക്കു മുന്നിൽ. ഭക്തി, ഞങ്ങളുടെ നിഷ്കാമ ഭക്തിക്ക് മുന്നിൽ അങ്ങ് വിളയാടുന്നു എന്നർത്ഥം. അപ്പോൾ എനിക്കും നിങ്ങൾക്കും നിഷ്കാമ ഭക്തി ഉണ്ടായാൽ നമ്മുടെ മുമ്പിലും ഈശ്വരൻ വിളയാടും എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ട് 4-ാമത്തെ ശ്ലോകം പറയണു. അമ്പാർന്ന ഈ മട്ട് അഴകോടിവർ തൻ മുമ്പിൽ വേദാർത്ഥമേ. ഭഗവാൻ ആരാ? വേദാർത്ഥമേ. നീ പൈമ്പാൽ മന്ദസ്മിതമുടണവാൻ മൂലമെന്താരറിഞ്ഞു. അതായത് പൈമ്പാൽ മന്ദസ്മിതമുടണവാൻ, പശുവിൻ്റെ പാല് എത്രത്തോളം തൂവെണ്ണയാണ്, അതേപോലെ മന്ദസ്മിതം തൂകാൻ ആയി ഞങ്ങളെ സന്തോഷിപ്പിക്കാനായി ആനന്ദത്തിൽ നിർവൃതി അടയക്കാറായി എങ്ങനെ വന്നു, എന്തിനു വന്നു? ഈ വണ്ണം അപ്പൊ പറഞ്ഞു പൈമ്പാൽ മന്ദസ്മിതമുണണവാൻ മൂലമെന്താരറിഞ്ഞു. ഇതിന് കാരണം, അങ്ങയുടെ അവതാരത്തിന് കാരണം ആരറിഞ്ഞു? അത് അറിയണില്ല എന്നർത്ഥം. വെമ്പാതുള്ളിൽ കൊതി പെരുകിനി എന്നെത്രയോ ജന്മമായി സമ്പാദിച്ചുള്ളൊരു സുഹൃതം അല്ല കാരുണ്യവായ്പാം. മൈ ഗോഡ്. അതായത് നോക്കൂ, വെമ്പാതുള്ളിൽ, അകത്ത് വെമ്പാതുള്ളിൽ കൊതി പെരുകി, ഉള്ളിൽ കൊതി പെരുകി നിന്നെത്രയോ ജന്മമായി. അങ്ങ് ഞങ്ങളുടെ പുത്രനായി ജനിക്കണം എന്ന് എത്രയോ ജന്മമായി ഞങ്ങൾ തപസ്സനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രയോ ജന്മമായി സമ്പാദിച്ചുള്ളൊരു സുഹൃതമല്ല കാരുണ്യവായ്പാം. അങ്ങക്ക് ഞങ്ങളോടുള്ള കാരുണ്യവായ്പ കൊണ്ടാണ് അങ്ങയുടെ അച്ഛനമ്മമാരായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് കവിഭാഷ. അതായത് നമ്മൾ ഭഗവാനോട് പറഞ്ഞത് കൊണ്ടായില്ല. ഭഗവാന്റെ വിഭൂതികളെ ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഇതാണ് സത്യം. അപ്പോ വ്യാസാദ്യന്മാരതിമധുരമായേറെ. അതാത് കാലത്ത് വ്യാസന്മാര് ദ്വാപര യുഗത്തില് കൃഷ്ണദ്വൈപായനൻ എന്ന പേരോടുകൂടി അവതരിച്ചിട്ടുള്ളവര് 18 പുരാണങ്ങൾ എഴുതി, മഹാഭാരതം എഴുതി, വേദങ്ങളെ വിന്യസിച്ചു. എന്തിനു വേണ്ടി? അങ്ങയെ കുറെ കൂടി സുലളിതമായി എല്ലാവർക്കും അറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് വ്യാസാദ്യന്മാർ അതിമധുരമായേറെ വാഴ്ത്തിയിടിൽ മാത്രം വൈസാദൃശ്യം ചെറുതുകളുമാമട്ടഴും ദിവ്യമൂർത്തേ. ഭഗവാൻ ആരാ? ദിവ്യമൂർത്തേ. വൈസാദൃശ്യം ചെറുതകലുമാമട്ടഴും ദിവ്യമൂർത്തേ. ഒന്നിനോടൊന്ന് സാദൃശ്യം പറയാനില്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ, സാദൃശ്യം പറയാൻ പറ്റില്ല.
വൈസാദൃശ്യം ചെറുതകലും കൂസാതെന്തോ കുമതികളുരയ്ക്കുന്നതും കേട്ട് ഈ വണ്ണം നീ സാധുത്വം കരുതുവതിനാലെങ്ങു ജന്മം കൃതാർത്ഥം. എന്തോ വസുദേവരും ദേവകീദേവിയും ചെയ്ത പരമമായ പുണ്യമാണ് ഭഗവാൻ കൃഷ്ണനായി അവർക്ക് പറഞ്ഞത് എന്ന് വേദവ്യാസനാൽ രചിതമായിട്ടുള്ള വേദാന്ത സൂക്തങ്ങളിൽ കൂടി സഹൃദയന്മാർക്ക് ഞങ്ങളെ വാസ്തി സ്തുതിക്കത്തക്ക വിധത്തിൽ അങ്ങൊരു ഉപകാരം ചെയ്തു എന്നാ. എത്രയായാലും ആരാടോ തൻ്റെ അച്ഛനമ്മയും ചോദിക്കില്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതെ നിങ്ങളുടെ മകനല്ലേ കൃഷ്ണൻ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു അഭിമാനം, ആത്മാഭിമാനം, ദുരഭിമാനമല്ല, ആത്മാഭിമാനം. എന്തപ്പോൾ ഞാൻ പറയാ, ഐ ആം സോ ഹാപ്പി. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോ വ്യാസാദ്യന്മാരധിമധുരമായ രവാട്ടിയിൽ മാത്രം വൈസാദൃശ്യം ചെറുതകലുമാമട്ടഴും ദിവ്യമൂർത്തേ കൂസാതെ എന്തോ കുമതികളുരയ്ക്കുന്ന. എന്താ കുമതികള്? ബുദ്ധിയില്ലാത്തവരെന്നർത്ഥം. കുമതികളുരയ്ക്കുന്നതും കേട്ട് ഈ വണ്ണം നീ സാധുത്വം കരുതുവതിനാലിങ്ങു ജന്മം കൃതാർത്ഥം. ഈ വണ്ണം വൻപെല്ലാം അവനുമകലും കാലമാം പാമ്പിനെ കണ്ടാവും മട്ടിൽ പല വഴിയിലും പാഞ്ഞ്. ഒരു പാമ്പിനെ കണ്ട ഏത് വഴി കൂടെ നമ്മൾ ഓടുകയെന്ന് അറിയാൻ പറ്റില്ല. ഈ വൻപെല്ലാമേ അവനും മകലും. എത്ര വമ്പനാണെങ്കിലും പാമ്പിനെ കണ്ട ഓടാത്തതുണ്ടോ? ഒരു മതയാന വന്ന ഓടാത്ത വീരനുണ്ടോ? ഉണ്ടാവില്ല. അപ്പോ ഈ വൻപെല്ലാം അവനുമകലും കാലമാം. ആർക്കാണ് അമിതമായ വമ്പ് അകലുക, അപ്പോൾ മാത്രമേ ഈശ്വരന് ഉപാസിക്കാൻ പറ്റുള്ളൂ. ഈ അഹങ്കാരം മുറ്റി നിൽക്കുന്ന സമയത്ത് ഈശ്വരോപാസന നടക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വൻപെല്ലാം അവനുമകലും കാലമാം പാമ്പിനെ കണ്ടാവും മട്ടിൽ പല വഴിയിലും പാഞ്ഞ് കഷ്ടത്തിൽ ആകെ ജീവൻ നല്ലോരുടെ കരുണയാൽ. നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വല്ലവരുടെയും പോരാ, നല്ലവരുടെ കരുണ വേണം. 100 ആള് ദുഷ്ടന്മാര് ഉണ്ടാവണതും ഒരു നല്ലൊരാൾ ഉണ്ടാവണതും കൂടി ഒന്നാണാ പറഞ്ഞത്. ഈ ദുഷ്ടന്മാരിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. നല്ലവരിൽ നിന്ന് നല്ലൊരു വാക്ക് കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പൊ ജീവൻ നല്ലോരുടെ കരുണയാൽ നിത്യനാം നിന്റെ തൃക്കാൽ പൂവിൻ ചോടെന്നണയും അതുനാൾ മാത്രമേ രക്ഷമന്നിൽ. അതായത് ആരാണ് ഭഗവത് പാദാരവിന്ദങ്ങളിൽ സ്ഥിരബുദ്ധി വെക്കണത് അതുവരെ രക്ഷ ഉണ്ടാവില്ല. അതിന് ശേഷം രക്ഷയും. ഭഗവാന്റെ പാദാരവിന്ദത്തിൽ മനസ്സ് വെക്കുന്നത് വരെ രക്ഷയില്ല എന്നർത്ഥം. ഇതിനേക്കാൾ പ്ലെയിനായിട്ട് പറയാൻ പറ്റില്ല. ഈ വൻപെല്ലാം അവന് മകലും കാലമാം പാമ്പിനെ കണ്ടാവും മട്ടിൽ പല വഴിയിലും പാഞ്ഞ കഷ്ടത്തിലാകെ ജീവൻ നല്ലോരുടെ കരുണയാൽ നിത്യനാം നിന്റെ തൃക്കാൽ പൂവിൻ ചോടെന്നണയും അതുനാൾ മാത്രമേ രക്ഷ. മണ്ണിൽ ഭൂമിയിൽ രക്ഷ അപ്പോൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. പേടിക്കാനില്ല യവനും ഇനി എന്നാലും ഈ രമ്യരൂപം. പേടിക്കാനൊന്നുമില്ല. അങ്ങ് ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്തിനാ പേടി? എന്നാലും പേടിക്കാനില്ല യവനും ഇനി എന്നാലും ഈ രമ്യരൂപം പാടില്ല ആരും ചെറുതറിയുവാൻ. അങ്ങ് മഹാവിഷ്ണുവാണ് എന്നാരും പറയാൻ പാടില്ല. ആ മഹാവിഷ്ണുവിനെ പ്രസംഗിച്ച ദമ്പതികളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കൂല. അതുകൊണ്ട് അങ്ങ് ബാലഭാവം കാണിച്ച് കരയാൻ തുടങ്ങിക്കോളൂന്ന. പേടിക്കാനില്ല യവനും ഇനി എന്നാലും ഈ രമ്യരൂപം പാടില്ല ആരും ചെറുതറിയുവാൻ. ആരും അറിയാൻ പാടില്ല. ഗൾഗവം കൊണ്ട് കംസൻ വാളായിട്ട് വരുമ്പോ അതുകൊണ്ടാണ് ഓടിക്കൊണ്ടിങ്ങണയും അവിടം വാഴ്വതി ഞങ്ങളുള്ളം.
ഓടിക്കൊണ്ടിങ്ങനെയും വാളായിട്ട് കരവാളും പിടിച്ച് ഓടി വരും. അവിടം വാഴ്വതി ഞങ്ങളുള്ളം. അതുകൊണ്ട് വാടിക്കൊണ്ടാം, ഞങ്ങളിവിടെ താമസിക്കുന്നത് ഉള്ളം വാടിക്കൊണ്ടാണ് എന്ന് പറഞ്ഞെന്താ? എന്താ ഞങ്ങളുടെ മനസ്സിൽ? കംസൻ കരവാളായിട്ട് ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടികളെ പാറക്കല്ലിൽ അടിച്ചു കൊല്ലുന്ന രംഗമാണ് ഞങ്ങളുടെ മനസ്സിൽ മുഴുവൻ. അതുകൊണ്ട് ഈ ഞങ്ങൾ ഉള്ളം പാടിക്കൊണ്ടാം വരദ തിരുവള്ളത്തിലൊന്നോർത്തിടേണം. അങ്ങക്ക് പല ലീലകളും ആടാനുണ്ട്, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞു, അതും ഒന്ന് ഓർമ്മ ഉണ്ടായിക്കോളൂ എന്നാ പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കിക്കോളൂ. സാരോദന്തം സകലമതു കേട്ട് അമ്പിയന്നച്ഛനമ്മമാരോർപ്പാൻ ഇരുതവണതൻ പുത്രനായുള്ള വൃത്തം. അമ്മ അച്ഛ, നിങ്ങൾ പേടിക്കണ്ട. ഇതിൻ്റെ മുമ്പേ 2 പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പുത്രനായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ശത്രുക്കളുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഭഗവാൻ പറയാണ്, സാരോദന്തം സകലമതു കേട്ട്. സാരമായിട്ടുള്ള വാക്കുകൾ അച്ഛനമ്മയാൽ പറയപ്പെടുന്നത്, അതായത് വസുദേവരും ദേവകീ ദേവിയും കൂടി പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകൾ അത് കേട്ട് അമ്പി എന്ന് വളരെ സ്നേഹത്തോടുകൂടി അമ്മ അച്ഛന്മാരോർപ്പിപ്പാൻ. അമ്മേ അച്ഛ ഓർക്കൂ, എന്തേ? ഇരുതവണ തൻ പുത്രനായുള്ളവർ വൃത്തം. ഞാനിതിൻ്റെ മുമ്പ് 2 പ്രാവശ്യം നിങ്ങൾക്ക് മകനായി പറഞ്ഞിട്ടുണ്ട്. ധീരോദാത്ത പ്രകൃതി സുതപസ്. അച്ഛാ, അങ്ങ് സുതപസ്സായിരുന്നു. എന്നമ്മ കൃഷ്ണി പേരോലും നോളൊരു കുറിയതും ചൊല്ലിനാൻ ചാരുശീലൻ. ഭഗവാൻ ആരാ? ചാരുശീലൻ, നല്ല ശീലമുള്ളവൻ പറഞ്ഞു മനസ്സിലാക്കി. ധീരോദാത്ത പ്രകൃതി സുതപസ്. അച്ഛൻ അമ്മ പ്രശ്നി പേരോലുന്നോളൊരു കുറിയതും ചൊല്ലിനാൻ ചാരുശീലൻ. നിങ്ങൾക്ക് ആ മറ്റൊരു ഭയമകക്കാമ്പിലുണ്ടെങ്കിൽ വേഗം മംഗല്യത്തിൻ മണിനിലയമാം നന്ദഗേഹത്തിലെന്നെ. നിങ്ങൾക്ക് കംസൻ കരവാളമായിട്ട് ഇവിടെ വരും, അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. എന്നെ പെട്ടെന്ന് എടുത്ത് നന്ദഗോപരുടെ ഗൃഹത്തിൽ കൊണ്ടാക്കിക്കോളൂ. നിങ്ങൾക്കാ മറ്റൊരു ഭയം മകക്കാമ്പിലുണ്ടെങ്കിൽ വേഗം മംഗല്യത്തിൻ മണിനിലയമാം നന്ദഗോപരുടെ വീട് എന്താണെന്നപ്പോൾ പറഞ്ഞത്? മംഗല്യത്തിൻ മണിനിലയം. എല്ലാവിധ ധാർമ്മിക മാർഗത്തിൻ്റെയും വിളയനിലയമാണ് നന്ദഗോപരുടെ വീട്. വെറുതെ ആണോ ഭഗവാൻ അവിടെ പോയിട്ട് ബാലലീലകളാടുന്നത്? മംഗല്യത്തിൽ മണിനിലയമാം നന്ദഗേഹത്തിൽ എന്നെ ശങ്കിച്ചിടായേ എവനും അറിയില്ല അങ്ങ് കൊണ്ടേ കിടത്തി പെൺകുഞ്ഞൊന്നുണ്ടവിടം അവളെ കൊണ്ടുപോന്നാലും അമ്പാൽ. ഞാൻ എല്ലാ വിദ്യകളും ചെയ്യുന്നവനാണ്, ചെയ്തിട്ടുണ്ട്. നന്ദഗേഹത്തിൽ അങ്ങ് എന്നെ കൊണ്ടേ കടത്തിക്കോളൂ. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു പെൺകുട്ടി അവിടെ ജനിച്ചിട്ടുണ്ട്, അവളെയും കൊണ്ട് സ്നേഹമസൃണമായ വായ്പയിനാൽ ഇങ്ങോട്ട് പോന്നോളൂ. ഇതൊന്നും ആരും അറിയാൻ പോണില്ല. എല്ലാവരെയും ഞാൻ മയക്കി കിടത്തിയിട്ടുണ്ട്. പൂട്ടിയിട്ടുള്ള പൂട്ടുകൾ വാതിലൊക്കെ സ്വയം തുറന്നോളും. ഇനി യമുനാ നദി കിടക്കണ സമയത്ത് വെള്ളം വഴി മാറിത്തരും, മഴ പെയ്യും, അപ്പോൾ അനന്തൻ കുട പിടിക്കും. ഒക്കെ ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങൾക്കാ മറ്റൊരു ഭയം മകക്കാമ്പിലുണ്ടെങ്കിൽ വേഗം മംഗല്യത്തിൻ മണിനിലയമാം നന്ദഗേഹത്തിൽ എന്നെ ശങ്കിച്ചിടായേ അവനും അറിയില്ലെങ്ങു കൊണ്ടേ കിടത്തി. കംസനൊന്നും അറിയാൻ പോണില്ല എന്നാ പറഞ്ഞത്. കിടത്തി പെൺകുഞ്ഞൊന്നുണ്ടവിടം അവളെ കൊണ്ടുപോന്നാലും അമ്പാൽ. ഈ 9 ശ്ലോകം വലിയ വലിയ വരികളാണ്, ശ്വാസം മുട്ടും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാധാരണ വരികളാണ്. 10. ഇത്രമാത്രം മലിഞ്ഞോതി, പറയേണ്ടത് പറഞ്ഞു. ഇത്രമാത്രം മലിഞ്ഞോതി മറഞ്ഞു കരുണാനിധി. മഹാവിഷ്ണു മറഞ്ഞു. ഉടൻ കണ്ടു മുന്നിലൊരു കൊച്ചോമന കിടപ്പതായി. ഹരേ കൃഷ്ണ ഗോവിന്ദാന്ന് വിളിക്കല്ലേ നിവൃത്തിയുള്ളൂ.
ചതുർബാഹുവായിട്ടുള്ള ഭഗവാൻ അവിടെ അച്ഛനമ്മയ്ക്കും വേണ്ട താക്കീതുകളൊക്കെ കൊടുത്ത് ഉടൻ മറിഞ്ഞു. ഉടൻ കണ്ടു മുന്നിലൊരു കൊച്ചോമ്മന കിടപ്പതായി. ഹരേ കൃഷ്ണ. മലർന്നു പിഞ്ചു കൈ രണ്ടും ചുരുട്ടി അതിഭംഗിയിൽ ഭക്തിമോക്ഷങ്ങൾ തന്നുണ്ണിക്കൈയിൽ വെച്ചേ പിറന്ന പോൽ. ആരാണ് കൗതുകകരമായിട്ടുള്ള ഈ അവസ്ഥയെ മനസ്സിൽ താലോലിക്കാൻ സാധിക്കണത്? ചതുർബാഹുവായിട്ടുള്ള ഭഗവാൻ മറിഞ്ഞ് ഒരു പിഞ്ച് ഓമനയായിട്ട് കിടക്കണു. ഭഗവാൻ മലർന്ന് കിടക്കണു. രണ്ട് കൈകൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. മലർന്നു പിഞ്ചുകൈ രണ്ടും ചുരുട്ടി അതിഭംഗിയിൽ ഭക്തിമോക്ഷങ്ങൾ തന്നുണ്ണിക്കൈയിൽ വെച്ചേ പിറന്ന പോൽ. വൈകുണ്ഠത്തിൽ കിടക്കുന്ന ആളുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലുണ്ട്. വേണ്ടവർ ചോദിച്ചോളൂ. മോക്ഷം വേണോ? ശരി, തരാം. ഭക്തി വേണോ? ഓ, തരാം. പക്ഷേ മോക്ഷം സുലഭമാണ്, ഭക്തി സുലഭല്ല. നമ്മൾ വിചാരിക്കണു ഭക്തി സുലഭമാണ്. അല്ല അല്ല അല്ല, ഭക്തി സുലഭല്ല. ഒരു സുധാമാവേ ഭാഗവതത്തിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സുധാമാവിന് താഴെയാണ്. എന്താ കാരണം? നിർമ്മല ഭക്തി സുധാമാവിൻ്റെയാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഭക്തിമോക്ഷങ്ങൾ തന്നുണ്ണിക്കൈയിൽ വെച്ചേ പിറന്ന പോൽ ദേവകീ ദേവി തൻ പിഞ്ചുകിടാവിനെ എടുത്തുടൻ ആറുണ്ണികൾ മരിച്ചുള്ളോരമ്മയം മുഖപങ്കജം. 6 മക്കള് മരിച്ചിട്ടുണ്ട്. 7ാമത്തെ ആള് അലസിപ്പോയി എന്നാണ്. പക്ഷേ രോഹിണിയുടെ വയറ്റിലാക്കിയിട്ടുണ്ട്. 8ാമത് ഈ പൊന്നുണ്ണി ദേവകീ ദേവി തൻ പിഞ്ചുകിടാവിനെ എടുത്തുടൻ ആറുണ്ണികൾ മരിച്ചുള്ളോരമ്മ ആമുഖ പങ്കജം നീലാരവിന്ദനയനൻ നീലാരവിന്ദനയനൻ നീലത്താമരതളലോചനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ നീലാരവിന്ദനയന രമണീയം. രമണീയം രമണീയം എന്ന് പറഞ്ഞാ കണ്ടാൽ അതിലങ്ങോട്ട് അലിഞ്ഞു ചേരും. രമണീയം. അപ്പോൾ രമണീയം കുളിർക്കവേ മനസ്സ് കുളിർത്തു. ബ്രഹ്മാനന്ദപ്രദം. ഈ ബ്രഹ്മാനന്ദപ്രദം എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. ബ്രഹ്മാണ് കിടക്കണത്. ആനന്ദപ്രദം നോക്കി നിന്നു കണ്ണീരൊഴുക്കുവോൾ. വെള്ളം അണ പൊട്ടി വരികയാണ്. എന്താ കൊണ്ടാക്കണം അവിടെ? ഇനി എപ്പോഴാ കാണുമെന്ന് പറയാൻ പറ്റില്ല. നീലാരവിന്ദനയന രമണീയം കുളിർക്കവേ ബ്രഹ്മാനന്ദപ്രദം നോക്കി നിന്നു കണ്ണീരൊഴുക്കുവോൾ. ഓമൽ തൻ പവിഴച്ചുണ്ടിൽ, ആ ഭഗവാന്റെ ചുണ്ട് പവിഴച്ചുണ്ടിൽ മുല മുഷ്ടിച്ചു നിൽക്കവേ. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദേവാദിദേവന്മാര്, ബ്രഹ്മാവ്, പരമശിവൻ മുതലായിട്ടുള്ളവര് താണ് വണങ്ങി നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്തിട്ടുള്ള ദേവകീ ദേവിയുടെ അവസ്ഥ. തൻ്റെ 2 കൈയിൽ 2 കൈയും ചുരുട്ടിപ്പിടിച്ച് മോക്ഷം വേണോ ഭക്തി വേണോ ചോദിക്കുന്ന ഭാവത്തിലുള്ള നീലദളലോചനൻ, നീലത്താമരദളലോചനായിട്ടുള്ള ഭഗവാൻ ചുണ്ടിനോട് തൻ്റെ ഒരു സ്തനം മുട്ടിച്ചുകൊണ്ട് ഉള്ളൊരവസ്ഥ. ആരേനെയാണ് പാല് കൂട്ടുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളവിടെ ഉണ്ട്. നമ്മൾ വയറ്റാട്ടിയായിട്ടോ അല്ലെങ്കിൽ സൂക്ഷ്മാവസ്ഥയിൽ ഈ രംഗം വീക്ഷിക്കാൻ സാധിക്കണം നമുക്ക്. അതാണ് കഥയുടെ ഗാംഭീര്യം. അപ്പോൾ പറഞ്ഞു ഓമൽ തൻ പവിഴച്ചുണ്ടിൽ മുലമുട്ടിച്ചു നിൽക്കവേ എമ്മട്ടോ വാങ്ങി വേഗത്തിൽ വസുദേവൻ ഭയാകുലൻ. നോക്കൂ, ഒന്ന് സ്തന്യപാനം ശീതളയെന്ന് വിചാരിക്കുമ്പോഴേക്കും ഭയാതുരനായിട്ടുള്ള ഭയവിഹ്വലനായിട്ടുള്ള വാസുദേവര് ദേവകീ ദേവിയുടെ കയ്യിൽ നിന്ന് ആ പിഞ്ചോമനേനെ തട്ടിപ്പറിച്ച് വാങ്ങി. ഇവിടെ നിന്നാൽ നമ്മുടെ കുട്ടിക്കും നമ്മൾക്കും ശിരച്ഛേദം സംഭവിക്കും. അതുകൊണ്ട് ബാക്കി കാര്യം പിന്നെ ശേഷം സ്ക്രീനിൽ. ഇപ്പം ഇങ്ങോട്ട് തരൂ, ഞാൻ കൊണ്ടുപോവാണ്. കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ?
ഈ ഒരു അവസ്ഥ നമ്മൾക്കാർക്കും വന്നിട്ടില്ലല്ലോ. പിന്നെ എന്താ നമ്മൾ നരകിക്കണമെന്ന് പറഞ്ഞത്? അപ്പോൾ ദേവകി ദേവിയുടെ നരകം നമ്മൾക്കുണ്ടോ? വസുദേവരുടെ നരകം നമ്മൾക്കുണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണു? എത്രയോ പ്രാവശ്യം ഭാഗവതം വായിക്കണു. നമ്മൾ എന്ത് പഠിക്കണം? എന്ത് പഠിച്ചു? അതുകൊണ്ടാണ് പറഞ്ഞത്, ഓമൽ തൻ പവിഴച്ചുണ്ടിൽ മുലമുട്ടിച്ചു നിൽക്കവേ എമ്മട്ടോ, എങ്ങനെയാണെന്നറിയില്ല, വാങ്ങി വേഗത്തിൽ വസുദേവൻ ഭയാകുലൻ മടക്കിയൊരു മഞ്ഞപ്പൂമ്പട്ടിന്മെല്ലെ കിടാവിനെ കിടത്തി മറ തേടിയിടും സച്ചിദാനന്ദ വസ്തുവേ. മറ തേടിയിടും എന്ന് പറഞ്ഞ അർത്ഥം, വേദങ്ങൾ അന്വേഷിക്കുന്ന പരമപുരുഷനെ ഒരു മഞ്ഞപ്പട്ടിൽ പുതപ്പിച്ച് ആരും കാണാതെ കണ്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ മനസ്സിലാക്കിയോ? മറ തേടിയിടും വേദങ്ങൾ തേടുന്ന പരമപുരുഷനെ സച്ചിദാനന്ദ വസ്തുവേ, സച്ചിത് ആനന്ദ വസ്തുവേ. അത് അവരവരുടെ ഹൃദയകമലത്തിലാണെന്ന് അടിച്ചു പറഞ്ഞാൽ രക്ഷപ്പെടും. ആ അടിച്ചു പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കണം. മറകൾ തേടിയിടും സച്ചിദാനന്ദ വസ്തു എവിടെയാണ്? അവരവരുടെ ഉള്ളില് ഹൃദയഗഹ്വരത്തിൽ സത്താമാത്രനായിട്ട്. അന്ധക്കരണ വൃത്തിയുടെ ഒരു പ്രതലാണ് ഏത്? ചിത്തം. ആ ചിത്തത്തിനാണ് സത്താമാത്രൻ എന്ന് പറഞ്ഞത്. എസൻസ്, പ്യുവർ എസൻസ് എന്ന് പറയും. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള അവസ്ഥകൾക്ക് എത്തുള്ളൂ. അപ്പോൾ മറ തേടിയിടും സച്ചിദാനന്ദ വസ്തുവേ മാറോടണച്ചു കൊണ്ട് അന്ന് ആ മഹാഭാഗ്യമ്മി എന്നവൻ, ഭഗവാനെ മാറോടണയ്ക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളവൻ. ദേവകീ ദേവി സ്തനം ഒന്ന് മുട്ടിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കൊച്ചിനെ വാങ്ങി ഒരു മഞ്ഞപ്പെട്ടിൽ പൊതിഞ്ഞ് ആരും കാണാതെ കണ്ട് മാറോടണച്ചു കൊണ്ടെന്ന് ആ മഹാഭാഗ്യമി എന്നവൻ നന്ദാലയത്തിലേക്കുള്ളിൽ അഖിലേശനെ ഓർത്തുടൻ. ഓ മൈ ഗോഡ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നന്ദാലയത്തിലേക്കുള്ളിൽ അഖിലേശനെ ഓർത്തുടൻ പുറപ്പെട്ടാൻ. അപ്പോഴേക്കും തൻ ചങ്ങല കഴിഞ്ഞു പോയി. വലത്തെ കാല് വെക്കേണ്ട താമസം കാലിൽ ചങ്ങലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭഗവാനെ തൻ്റെ കയ്യിൽ വാങ്ങി ഒരു മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് എന്നാ ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ പോലെ കാല എടുത്തു വയ്ക്കലും ചങ്ങലകൾ കഴിഞ്ഞു. അപ്പോൾ ചങ്ങല കഴിഞ്ഞു പോയി ആരെ ധ്യാനിച്ചു മുനിമാരറുപ്പൂ ഭവബന്ധനം. അപ്പോൾ മുനിമാരെന്തിനാ ഈശ്വരനെ ആരാധിക്കണത്? ഹൃദയഗ്രന്ഥി വിഭേദിനി, ഹൃദയഗ്രന്ഥി ഭേദിക്കാനാണ്. എൻ്റേതെന്നും എനിക്കെന്നുള്ള ധാരേഷണ പുത്രേഷണ അർത്ഥേഷണ ഇല്ലാതെ കണ്ടാക്കി തരണേ ഭഗവാനെ എന്നാണ് ഈ സഹസ്രനാമം പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം അറിയില്ല, എല്ലാവരും വായിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവരത് പാപമായിട്ട് മനസ്സിലാക്കണോ? ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഹൃദയഗ്രന്ഥി വിഭേദിന്. അർത്ഥം അറിയില്ല. ഇത് അറിഞ്ഞിട്ട് ചിലവർ വായിച്ചില്ലാതെ വരും പിന്നെ സഹസ്രനാമം. ഈശ്വരനെ തേടുകയാണ്. ആ ഈശ്വരൻ തേജോപുഞ്ചായിട്ട് അവരവരുടെ ഹൃദയത്തിലുണ്ട്. അതിനെ ധ്യാനിച്ചാൽ മതി. വഴി അറിയണം. ഭാഗവതം വഴി പറഞ്ഞു തരുന്നുണ്ട്, പ്രാണായാമം. അപ്പോൾ പുറപ്പെട്ടാനപ്പോഴേക്കും തൻ ചങ്ങല കഴിഞ്ഞു പോയി ആരെ ധ്യാനിച്ചു മുനിമാററുപ്പൂ ഭവബന്ധനം. ആ മഹാപ്രഭുവെ കയ്യിൽ വെച്ചോർക്കെന്തതിൽ അത്ഭുതം, വെച്ചോർക്ക എന്തതിൽ അത്ഭുതം. തുറന്നു വാതിലെല്ലാം തൻ വഴിയാകെ തെളിഞ്ഞുപോയി. ഭഗവാൻ സൂര്യനാരായണമൂർത്തിയാണല്ലോ. ഈ സൂര്യനാണല്ലോ പ്രപഞ്ചത്തിനെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അല്ലേ? ആ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന കിരണങ്ങളുടെ മാധ്യമത്തു കൂടാണ് ചന്ദ്രൻ ഉദിക്കുന്നതും ചന്ദ്രൻ്റെ പ്രഭയും. അപ്പോൾ ലോകത്തിന് വഴി കാട്ടുന്ന സൂര്യചന്ദ്രന്മാരാകുന്ന ശ്രീകൃഷ്ണനെ ഇരുകൈയും കൊണ്ട് താങ്ങി മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ആ വസുദേവർക്ക്
എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാവാൻ പാടുമോ? പാടില്ല. ഭാഗവതം കയ്യിൽ വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് അനർത്ഥങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാരണം ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഭഗവാന്റെ വാക്സ്വരൂപാണ്. 95 മുതൽക്ക് ഞാൻ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗവതം കയ്യിലുള്ളത് കൊണ്ടാണ്. നിങ്ങളെപ്പോലുള്ള 1400 ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ എൻ്റെ ഒപ്പം. എപ്പോഴെങ്കിലും ഈ നാരായണ ശബ്ദത്തിൻ്റെ മാധുര്യം അനുഭവിച്ചിട്ടുള്ളവരാണല്ലോ. ഞാൻ സുഹൃതം ചെയ്തിട്ടുള്ള ആളല്ലേ? അതെ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നു അതെ. ആ മഹാപ്രഭുവെ കയ്യിൽ വെച്ചോർക്ക് എന്തതിലത്ഭുതം, തുറന്നു വാതിലെല്ലാം തൻ വഴിയാകെ തെളിഞ്ഞു പോയി. ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ ക്ഷീണിച്ചു. മഴയെ കൂസാതെ കൊണ്ട് സംസാരിക്കണം എന്നാണ് ഉള്ളിലുണ്ടായത്. ഇപ്പം മഴ മാറി, എന്നാലും 30 മിനിറ്റ് ആവും ചെയ്തു, മനസ്സിലായില്ലേ? അപ്പോൾ വാതിലെല്ലാം തൻ വഴിയാകെ തെളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നവർ പലവരുടെയും മാനസികാവസ്ഥ പലതായിരിക്കാം. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.